നാടോടിക്കാരിലെ സീൻ ഉണ്ടായിരുന്നത് ഈ തോക്കും കൊണ്ട് ഇവൻ അവിടെ നിന്ന് ഓടി മതിൽ ചാടുന്നത് വരെയായിരുന്നു. അതെ. പ്രിയൻ പറഞ്ഞു അവിടെ നിർത്തരുത്, ആ മതിൽ ചാടുമ്പോൾ അപ്പുറത്ത് മറ്റൊരു രണ്ടാൾ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അവർ പേടിച്ചോടണം. അത് പ്രിയന്റെ എക്സ്റ്റൻഷനാണ്. സീമയുടെ അടുത്ത് നിന്നിട്ട് സോമനെ കാണാൻ ശശിയേട്ടൻ ഭരണിയിലാന്ന് പറഞ്ഞിട്ട് ലൊക്കേഷനിലേക്ക് പോയിട്ട് ലൊക്കേഷനിന്ന് ശ്രീനിവാസൻ വീണ് ആ തോക്കെടുത്ത് ഓടുമല്ലോ. അതൊരു സാധാരണ സാറിന്റെ ശ്രീനിവാസൻ നറേറ്റീവിലുണ്ട്, ടെക്സ്റ്റിൽ ഒരുപാട് തമാശ, പക്ഷെ ഇതൊരു വിഷ്വലി ഭയങ്കര രസമായിട്ടാണ്. അത് പ്രിയന്റെ കോൺട്രിബ്യൂഷനാണ്. സിനിമ കാണുന്ന പോലെയാണ് തോന്നിയത്. ഞങ്ങൾ ആ കാലത്ത് ഞാന്, പ്രിയൻ, ഫാസിൽ, ശ്രീനിവാസൻ എല്ലാം ഞങ്ങൾ പരസ്പരം സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യും. നാടോടിക്കാരിലെ സീൻ ഉണ്ടായിരുന്നത് ഈ തോക്കും കൊണ്ട് ഇവൻ അവിടെ നിന്ന് ഓടി മതിൽ ചാടുന്നത് വരെയായിരുന്നു. അതെ. പ്രിയൻ പറഞ്ഞു അവിടെ നിർത്തരുത്, ആ മതിൽ ചാടുമ്പോൾ അപ്പുറത്ത് മറ്റൊരു രണ്ടാൾ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അവർ പേടിച്ചോടണം. അത് പ്രിയന്റെ എക്സ്റ്റൻഷനാണ്. അവർ ചെല്ലുമ്പോൾ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന അവരുടെ മുമ്പിൽ തോക്കുമായിട്ട് ഇയാൾ നിൽക്കുന്ന അവര് ഓടി, അവര് നേരെ അനന്തൻ നമ്പ്യാരുടെ അടുത്ത് പോയി, അനന്തൻ നമ്പ്യാർ ഓടി. അതങ്ങനെ ഒരു ചെയിൻ ആയിട്ടുള്ളത് അത് പ്രിയന്റെ ഒരു സ്റ്റൈലാണ്.